കാട്ടാക്കടയിൽ ക്രിസ്മസ് തലേന്ന് വീട് കുത്തിത്തുറന്ന് സ്വർണം കൊള്ളയടിച്ച കള്ളനെ ഫോർട്ട് സ്റ്റേഷനിൽ ബൈക്ക് മോഷണത്തിനിടെ പിടികൂടി. കല്ലിയൂർ കാക്കാമൂല സ്വദേശി ശ്രീകാന്തിനെയാണ് ഫോർട്ട് CI പ്രവീണിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. ക്രിസ്മസ് തലേന്ന് കാട്ടാക്കട കട്ടയ്ക്കോട് സ്വദേശി ഷൈനും കുടുംബവും പള്ളിയിൽ പോയിരിക്കുമ്പോഴാണ് വീട് കുത്തിത്തുറന്ന് 72 പവനോളം സ്വർണം കൊള്ളയടിക്കുന്നത്. ബൈക്ക് മോഷണത്തിന്റെ അന്വേഷണത്തിനിടയിലാണ് പ്രതി പിടിയിലാകുന്നത്. നേരത്തെ കാട്ടാക്കട പോലീസ് പ്രതിയുടെ CCTV ഉൾപ്പെടെ ശേഖരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയിലാണ് ഇയാൾ തന്നെയാണ് പ്രതിയെന്നുറപ്പിച്ചത്. കൂടാതെ ഇവിടെ നിന്ന് മോഷണം പോയ 90% സ്വർണവും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബർ 24-നാണ് കിളിപ്പാലം സ്വദേശി ബിജുവിന്റെ ബൈക്ക് മോഷണം പോകുന്നത്. CCTVകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ശ്രീകാന്ത് മോഷ്ടാവാണെന്ന് തെളിയുന്നത്. ബൈക്കുമായി കാട്ടാക്കടയിലെത്തിയാണ് മോഷണം നടത്തിയത്. ഇയാളുടെ വീട്ടിലെത്തിയ പോലീസ് ബൈക്ക് കണ്ടെത്തിയെങ്കിലും പ്രതി അവിടെ ഉണ്ടായിരുന്നില്ല. അന്വേഷണത്തിൽ ഇയാൾ രാത്രികാലങ്ങളിൽ മാത്രം വീട്ടിൽ വന്നു പോകുന്നതാണെന്നും മോഷ്ടിച്ച ബൈക്കുമായി രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നും വിവരം ലഭിച്ചു. തുടർന്ന് വീട് കേന്ദ്രീകരിച്ച് നിരീക്ഷണം ശക്തമാക്കി തിങ്കളാഴ്ച രാത്രി ബൈക്ക് എടുക്കാനായി വീട്ടിലെത്തിയ ശ്രീകാന്തിനെ പോലീസ് സാഹസികമായി കീഴ്പ്പെടുത്തുകയായിരുന്നു. ചോദ്യം ചെയ്യുമ്പോഴാണ് നേരത്തെ മോഷ്ടിച്ച 66 പവനോളം ആഭരണങ്ങളും 67,000 രൂപയും 2 മൊബൈൽ ഫോണുകളും കണ്ടെത്തുന്നത്. ഇവ കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വീട്ടിൽ നിന്ന് മോഷ്ടിച്ചതാണെന്നും കണ്ടെത്തി. കഴിഞ്ഞ 24-ാം തീയതി, അതായത് ക്രിസ്മസിൻ്റെ അന്ന് തലേന്ന് വൈകിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് കാട്ടാക്കട ഏകദേശം 72 പവനോളം സ്വർണം മോഷണം പോയിരുന്നു. അത് കഴിഞ്ഞ ദിവസം ഫോർട്ട് സ്റ്റേഷനിൽ ഒരു ബൈക്ക് മോഷണവുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രതിയെ പിടിച്ചപ്പോഴത്തേന് പുള്ളിയുടെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ പുള്ളിയുടെ വീട്ടിൽ നിന്ന് ഇത്രയും സ്വർണവും മറ്റ് കാര്യങ്ങളും കിട്ടി. കേരള പോലീസിൻ്റെ ഒരു മികവും, പ്രത്യേകിച്ച് കാട്ടാക്കട CIയുടെ നേതൃത്വത്തിലുള്ള സംഘം, ഒരു അന്വേഷണ സംഘം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു. അവരുടെ പുറകിലുള്ള ഒരു അന്വേഷണ ഫലവും എല്ലാം കൂടെ എന്തായാലും ഞങ്ങളുടെ നഷ്ടപ്പെട്ട സ്വർണത്തിൻ്റെ ഏകദേശം 90% ഇന്നലെ തന്നെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് പുള്ളി പണയം വെച്ചിട്ടുണ്ട്, വിറ്റിട്ടുണ്ട് എന്നൊക്കെയാണുള്ള അറിവ്. കൂടുതലായിട്ടുള്ള വിഷയങ്ങളിൽ എന്തായാലും ഇതുവരെ ഞങ്ങളോടൊപ്പം ആയിരുന്ന കേരള പോലീസ് എല്ലാവരെയും, ആരെയും പ്രത്യേകിച്ച് പറയുന്നില്ല എങ്കിൽ പോലും എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലുള്ള ഞങ്ങൾ സപ്പോർട്ട് തന്ന എല്ലാവരെയും നന്ദിയോടുകൂടി ഈ സമയം ഓർക്കുന്നു. വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ക്രിമിനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രതി കൂടിയാണ് ശ്രീകാന്ത്. വഴിയരികിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ബൈക്കുകൾ മോഷ്ടിക്കുകയും രാത്രികാലങ്ങളിൽ ആളില്ലാത്ത വീടുകളിൽ മോഷണം നടത്തി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയി ആർഭാടമായി ജീവിക്കുകയുമാണ് ശ്രീകാന്തിന്റെ രീതിയെന്ന് പോലീസ് പറഞ്ഞു.